ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 26 വ്യാഴാഴ്ച. ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. സോ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും മാർക്കറ്റ് 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ ഒരു കൺസോൾട്ടേഷനിലേക്ക് പോവും. അപ്പോൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ ആഫ്റ്റർനൂൺ സെഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് മാർക്കറ്റ് ഒറ്റ ചാട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ. അപ്പോൾ അത് പെട്ടെന്നാണ് കയറിയത്. എനിക്ക് തോന്നുന്നു 3 മണിക്ക് ശേഷം ഒരു 100ഓളം പോയിന്റ് മുകളിലോട്ട് കയറിയിട്ട് 26,000 മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു സൂചനയാണ്. കാരണം 26,000 താഴെ നിന്ന് അതിൻ്റെ മുകളിലോട്ട് ചാടിക്കയറി അതിൻ്റെ മുകളിൽ ഇരിപ്പിടം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ മാർക്കറ്റിന് 26,000 മുകളിൽ ട്രേഡിംഗ് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മന്ത്ലി എക്സ്പയറിയാണ്. ഇന്ന് മാർക്കറ്റിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം. എന്തായാലും നമ്മുടെ ഒരു ടാർഗറ്റ് 26,500 എന്ന ഒരു ടാർഗറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു ബ്രേക്ക് ഇവിടെ വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. 25,506 26,506 നമുക്ക് പോകണം. എന്തായാലും നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ അത് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് വേദാന്ത അവരുടെ ഒരു ഇൻ്ററിയം ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ന്യൂസിൽ വേദാന്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇൻഫോസിസ്, ASK ഓട്ടോമോട്ടീവ്, 5 സ്റ്റാർ ഫിനാൻസ്, PB ഫിൻടെക്, KPR മിൽസ്, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തതായി കണ്ടത്. അതേപോലെ സ്വർണത്തിൻ്റെ വില വീണ്ടും കുതിച്ചു വരികയാണ്. അപ്പോൾ $2,658 ഗോൾഡിൻ്റെ ഇന്നത്തെ റേറ്റ്. അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒരു പരിധിവരെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. 83 രൂപ 60 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷാണ്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,990 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 26,041 ഏകദേശം 51 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 26,047, അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 6 പോയിന്റ് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. എന്തായാലും 26,000 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് അത് തരുന്നത്. ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ BOJ മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ്, ജർമ്മനി GFK കൺസ്യൂമർ കോൺഫിഡൻസ്, യൂറോ ഏരിയ ECB ജനറൽ കൗൺസിൽ മീറ്റിംഗ്, USA GDP പ്രൈസ് ഇൻഡെക്സ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഫൈനൽ, USA GDP ഗ്രോത്ത് റേറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഫൈനൽ, then USA durable goods orders month on month, USA initial jobless claims, USA Fed chair Powell speech. ഇത്രയും ഗ്ലോബൽ ഇവൻറ്റ്സ് ആണ് ഇന്ന് നടക്കാനുള്ളത്. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ആദിത്യ ബിർള ഫാഷൻസ്, ഗ്രാനൂൾസ്, ഹിന്ദ് കോപ്പർ, ഐഡിയ, IEX, ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 973 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,778 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപമാണ് നടത്തിയത്. മൊത്തത്തിൽ 805 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടന്നത്. ഇതുവരെയായിട്ട് 41,716 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് സെപ്റ്റംബർ മാസത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിഫ്റ്റിയുടെ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 25,899 ഓപ്പണായി 104 പോയിന്റ് മുന്നേറ്റത്തിൽ 26,004 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 5 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 598 പോയിന്റിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അതേസമയത്ത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 671 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നാരോ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നോർമൽ CPR ആണ്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല. ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 12.74 അതേപോലെ പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് ഇന്നലെ 1.51 ഒക്കെ ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ സൂചി മുകളിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. 1.31 പുട്ട് കോൾ റേഷ്യോ ഉള്ളത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് 26,000 1,11,00,000. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,500 1,06,00,000.
എന്തായാലും നോക്കാം. ഇവർ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് താഴെ മുകളിലും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 26,000 25,500 ഇടയിൽ ട്രേഡിംഗ് നടക്കുമല്ല, 26,000 മുകളിൽ പോകുമോ എന്നുള്ളത് ഇന്നറിയാം. 26,000 മുകളിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 1.11 എന്നുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് വളരെ താഴോട്ട് പോകും. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ പുട്ടിൽ നല്ല ഇത് കൂടുകയും ചെയ്യും. ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നലെ 307 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 172 പോയിന്റിന് മുന്നേറ്റം ഉണ്ടാക്കി. അതേപോലെ സെൻസെക്സ് 333 പോയിന്റ്, മിഡ് ക്യാപ്പിൽ 35 പോയിന്റിന് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു എക്സ്പയറി നോക്കുന്നതിന് മുമ്പ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ യെസ്റ്റർഡേ ലോയിൽ അതിൻ്റെ താഴെയാണ് നമുക്ക് ഓപ്പണിംഗ് കിട്ടിയത്. ദെൻ നോട്രേഡ് സോണിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്തു, മറ്റൊന്നും ചെയ്യാനില്ലാതെ അത് കുറേ നേരം കഴിഞ്ഞ് 3 മണി സമയത്തേക്ക് ചെറിയ രീതിയിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്നും തന്നെ അതിനെക്കുറിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇന്നലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്നലെ ലോസാണ് എന്ന് മെസ്സേജ് കാണുമ്പോൾ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഇന്ന് നിഫ്റ്റിയുടെ ഒരു എക്സ്പയറിയാണ്, മന്ത്ലി എക്സ്പയറിയാണ്. മാർക്കറ്റിൽ പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കാണേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 26,170 അല്ലെങ്കിൽ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 25,838. രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ദെൻ നോട്രേഡ് സോണായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത് CPRൻ്റെയും റാസ് ലെവൽസിൻ്റെ നോട്രേഡ് സോണും വരുന്ന ഈ ഒരു ഏരിയയാണ്. അതായത് 25,986 മുതൽ 25,944 വരെയുള്ള ഒരു 42 പോയിന്റിൻ്റെ ഈ ഒരു സോൺ നമുക്ക് എൻട്രി എടുക്കാതെ ഒഴിവാക്കി നിർത്തണം. ദെൻ ഇവിടെ സപ്പോർട്ട് ലൈനിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട്, യെസ്റ്റർഡേ ലോയിൽ ഒരു സപ്പോർട്ട് ബിൽഡപ്പ് ആകാൻ സാധ്യതയുണ്ട്. 25,892 871 എന്നുള്ള 21 പോയിന്റിൻ്റെ ഈ ഒരു സോൺ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 25,830 ആണെങ്കിലും 38 ആണെങ്കിലും മാർക്കറ്റ് എന്തെങ്കിലും ന്യൂസിൻ്റെ കാരണവശാൽ പൊട്ടിയാൽ 25,787 വരെയും ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മുകളിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ യെസ്റ്റർഡേ ഹൈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റ് പ്രോപ്പർലി കയറി പോവുകയാണെങ്കിൽ 26,170 വരെയും മാർക്കറ്റ് കയറി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. മറ്റ് പ്രധാനപ്പെട്ട സമയം 26,000 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. 26,000 എന്നൊരു കയ്യാലപ്പുറത്താണ് നിൽക്കുന്നത്. 26ന്റെ മുകളിലോട്ട് പോകണോ അല്ലെങ്കിൽ 26ന്റെ താഴോട്ട് പോകണോ എന്നുള്ളത് ഇന്നാണ് തീരുമാനിക്കേണ്ടത്. ഇന്നലത്തെ ഒരു സൂചന വെച്ച് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഓപ്പണായിട്ട് മുകളിലോട്ട് ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ തിരിച്ചിറങ്ങി, മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ തിരിച്ചിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നോക്കാം നമുക്ക് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആ സമയത്തേക്ക് നോക്കാം. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാം. മന്ത്ലി എക്സ്പയറി ആണ്. മാർക്കറ്റിൽ മുകളിലോട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ താഴോട്ട് ഇറക്കി കൊണ്ടുവരികയും ചെയ്യും. സോ സുരക്ഷിതമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തന്നെ പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ഉപയോഗപ്പെടുത്തുക. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്.